പ്രകൃതി മനുഷ്യൻ്റെ ആവാസ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിൽ വരുന്ന ഓരോ വ്യതിയാനങ്ങളും മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്നു. ഭക്ഷിക്കാനുള്ള ഫലവർഗ്ഗങ്ങളും കായ്കനികളും നമുക്ക് ലഭിക്കുന്നത് ഈ പ്രകൃതിയിൽ നിന്ന് തന്നെയാണ്. നമ്മെപ്പോലെ മറ്റു ജീവികളും ഇവിടെ വസിക്കുന്നു. ഈ പ്രകൃതി മലിനമാക്കുന്നത് നമുക്ക് മറ്റു ജീവികൾക്കും നാശമാണ് വരുത്തുക. മഴ വർഷിക്കുന്നതിൽ നിന്നും മനുഷ്യന് ജലസമ്പത്ത് ധാരാളമായി ലഭിക്കുന്നു. ഇവിടെ നമ്മുടെ ചില അശ്രദ്ധകൾ നമുക്ക് തന്നെ മാരകമായ രോഗങ്ങൾക്കും മറ്റു പല അസ്വസ്ഥതകൾക്കും കാരണമായേക്കാം. മഴ മൂലം ലഭിക്കുന്ന ഇത്തരം ജലങ്ങൾ നദികളിലേക്കും തടാകങ്ങളിലേക്കും ഒഴുകിയെത്തി അത് മനുഷ്യനും മൃഗങ്ങൾക്കും കുടിക്കാൻ കുടിവെള്ളമായി മറ്റു പല ആവശ്യങ്ങൾക്കും ഇന്ന് ഉപയോഗിച്ചു വരുന്നു. നമ്മുടെ പരിസരങ്ങളിൽ നാം തന്നെ അശ്രദ്ധമായി വലിച്ചെറിയുന്ന പല പാത്രങ്ങളും ചിരട്ടകളും തുറന്നിരിക്കുന്ന മറ്റു പല പാത്രങ്ങളും കൊതുകുകൾക്കും മറ്റു ജീവികൾക്കും മുട്ടയിട്ട് പെരുകാൻ കാരണമാകുകയും അതിൻ്റെ ഫലമായി പല മാരക രോഗകാരികളെ മനുഷ്യരിലേക്ക് എത്തിക്കുന്ന കൊതുകുകളും മറ്റുമായി ഇവ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. ഓടകളും വേസ്റ്റ് കുഴികളുമില്ലാതെ പുറത്തേക്ക് വരുന്ന വേസ്റ്റ് ജലം നമ്മുടെ പ്രകൃതിയെ അത് ധാരാളമായി ബാധിക്കുന്നുണ്ട്. വീടിന് ചുറ്റും കൂട്ടിയിട്ട് കത്തിക്കുന്ന പ്ലാസ്റ്റിക് കൂടുകളും അവ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണവും ഓരോ മനുഷ്യന്റെ ആയുസ്സിനെ തന്നെ ബാധിക്കുന്ന ഘടകങ്ങളിൽപ്പെട്ടതാണ്. ഈ മനോഹരമായ പ്രകൃതി നശിപ്പിക്കുന്നതിൽ ഒന്നല്ലെങ്കിൽ മറ്റു വിധത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പങ്കുണ്ട് എന്നതിൽ നമുക്ക് അഭിമാനിക്കേണ്ട ഒരു കാര്യമാണോ അതോ അപമാനകരമാണോ? ഓരോ മനുഷ്യനും നാം വസിക്കുന്ന ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ എന്തെന്ത് കാര്യങ്ങൾ ചെയ്യാനാകുമോ അത് ചെയ്യൽ അവനു ശേഷം വരാനിരിക്കുന്ന ഭാവി തലമുറയ്ക്കും വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. നാം എല്ലാവരും ഒരുമിച്ച് ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ മുന്നോട്ടിറങ്ങുക. മനോഹരമായ പ്രകൃതി മനോഹരമായ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുമെന്ന് ഒരു സംശയവും വേണ്ട.